അങ്ങനെ ആ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി വരികയാണ്. LDF എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിൽ എവിടെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പാകപ്പിഴയുള്ളത് പോലെ തോന്നുക? LDFന്റെ സ്റ്റാൻഡിലേക്ക് വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ തോന്നുക? ശക്തമായ നിലപാടുകൾ എടുത്തു പറയാതെ മുന്നണിയിൽ ഒരു സൈലന്റായി ഇങ്ങനെ നിന്നു പോകുന്ന, ഒരു പക്ഷെ ചിലപ്പോൾ ഈ ബന്ധമൊക്കെ അവസാനിപ്പിച്ച് അപ്പുറത്തേക്ക് പോകേണ്ടി വന്നേക്കാം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നിൽക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവനും ജോസ് കെ മാണി വിഭാഗം, കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം ഇങ്ങനെ LDFൽ തുടരുമ്പോഴും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്നത് പോലെയാണ് അക്ഷരാർത്ഥത്തിൽ ആ മുന്നണി സമവായത്തിൽ മാണി ഗ്രൂപ്പ് തുടരുന്നത് എന്ന് ഏതൊരാൾക്കും തോന്നും. കാരണം നിലപാട് ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, CPIM, CPI ഏത് തന്നെയാകട്ടെ, നിശബ്ദമായി ഇങ്ങനെ നിൽക്കുക, ശക്തമായ നിലപാടുകൾ ഒന്നിനെയും എടുക്കാതിരിക്കുക, പ്രതിപക്ഷ ഒരു സ്വരമായി എവിടെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഈ കഴിഞ്ഞ ഭരണ മുന്നണിയോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു ജോസ് കെ മാണിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഏത് സമയത്തും അപ്പുറത്തേക്ക് എനിക്ക് ചാടേണ്ടി വരും, എൻ്റെ തറവാട്ടിലേക്ക് എനിക്ക് പോകേണ്ടി വരും. ഇതൊരു യാദൃശ്ചികതയാണ് ഈ നിലനിൽപ്പ് എന്ന് തോന്നുന്ന രീതിയിൽ ജോസ് കെ മാണി ഇങ്ങനെ നിൽക്കുമ്പോൾ, ജോസ് കെ മാണി ശക്തമായി LDF ഇട്ട് പോവില്ല എന്ന് പറയുമ്പോൾ UDFന് വലിയൊരു ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അടൂർ പ്രകാശ് പറയുമ്പോൾ, അല്ലെങ്കിൽ UDFന്റെ പുതിയ നേതൃത്വം ഇങ്ങനെ പറയുമ്പോൾ ഒക്കെ 100% മാണി ഗ്രൂപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന് UDFന്റെ നേതാക്കളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എത്ര തന്നെ ശക്തമായി ജോസ് കെ മാണി അത് നിഷേധിച്ചാലും, LDF ഇട്ട് പോകേണ്ട ഒരു സാധ്യതയും ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാലും, ഞങ്ങൾ ഇടതുപക്ഷ ഭരണ മുന്നണിയുടെ ചുക്കാൻ പിടിക്കാൻ പോലും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് പോലും എന്നൊക്കെ പറഞ്ഞാലും ഒരു ചാഞ്ചാട്ട സാധ്യത കാണുന്നുണ്ട്. ആ പാരമ്പര്യം അങ്ങനെയല്ലേ? ഏതൊരു സമയത്തും നിലനിൽപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടാൻ ഒരു മടിയുമില്ലാത്ത നിലപാടുള്ള പാർട്ടിയല്ലേ മാണി വിഭാഗം. അങ്ങനെ അത്തരത്തിലൊരു ചാട്ടത്തിലേക്ക് ജോസ് കെ മാണി മുതിർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും വലതുപാളയത്തിലെത്തിയാൽ 100% ഉറപ്പിക്കാം, ഇനി LDFലേക്ക് ഒരു തിരിച്ചുവരവ് ജോസ് കെ മാണിക്ക് ഉണ്ടാവില്ല. ഒരു പക്ഷേ UDFന് 5 വർഷം ഭരണം കിട്ടി 2031 തിരിച്ച് തുടർ ഭരണം അവസാനിപ്പിച്ച് തിരിച്ച് LDFലേക്ക് വന്നാലും, അന്ന് ജോസ് കെ മാണി LDFനൊപ്പം ചേർന്ന് നിൽക്കാൻ ആ ഒരു അധികാര രാഷ്ട്രീയ മോഹത്തിന്റെ ചുക്കാൻ പിടിച്ച് സമീപിച്ചാലും LDF അതിൽ ഈ ഒരു ചാഞ്ചാട്ടത്തിൽ നിന്ന് പാഠം പഠിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷമാകാതിരിക്കുക, ഒരു വിധേയ സഹോദരന്റെ, ഒരു വിധേയ സൗഹൃദത്തിന്റെ അടിമകളായി ഇങ്ങനെ മുമ്പോട്ട് പോവുക, ഇതൊക്കെയാണ് ജോസ് കെ മാണിയുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ ഈ കാലം അത്രയും കണ്ടത്. ശക്തമായ ആക്രമണം പോലും ഇല്ലാതെ നിശബ്ദമായി ഇടതുപാളയത്തിൽ വലതനുഭാവിയായി തുടരുക എന്നുള്ളത് ഒരു സംശയവും വേണ്ട. ഇത്തവണ വലത്തോട്ട് ചെരിഞ്ഞാൽ ജോസ് കെ മാണി എന്ന നേതാവിന്റെ നിലപാടിനെ പോലും ഈ രാഷ്ട്രീയ കേരളം ചോദ്യം ചെയ്യും. പാലായിൽ ജോസ് കെ മാണി തോറ്റമ്പി ആ ഒരു സഹതാപ തരംഗം പോലും മാണിക്ക് ശേഷം നേടാനാവാതെ അങ്ങനെ ഒരു തോൽവിയുണ്ടോ? അത്തരത്തിൽ സഹതാപം നേടിയെടുക്കാൻ പറ്റാത്ത ഒരു സമയമുണ്ടോ? അങ്ങനെ പോലും തോറ്റ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഒരുപക്ഷെ വലതുപാളയത്തിൽ എത്തിയാലും ഒരസ്ഥാനത്താവുമെന്ന് നമുക്ക് കാണേണ്ടി വരും.